അതുപോലെ ട്രംപ് ഇസ്രായേലി പാർലമെൻറ്റ് സംസാരിക്കുന്ന സമയത്ത് ഒരു അമേരിക്കൻ ജൂയിഷ് ഒരു സ്ത്രീ അവിടെ ഇരിപ്പുണ്ട്. അയാൾ പറഞ്ഞില്ല, ആ പേരെടുത്ത് പറഞ്ഞില്ല, ഒരു ബില്യനെയറാണ്. അവരാണ് ദിവസവും വന്ന് പ്രസിഡൻ്റായി എന്നോട് പറയും ഓരോ ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. അവർ പറഞ്ഞു, അയാൾ തന്നെ പറഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡൻ്റാണ്, ഇതെങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം കുറച്ച് ആൾക്കാർ ഭയങ്കര ലോബിയിങ് ചെയ്യും, ആൾക്കാരെ എവിടെയാണ് പിടിക്കേണ്ട അവരെ പിടിക്കും. ഇതിനകത്ത് ഉണ്ടായ ഈ പറയുന്ന ഒരു ചെറിയ കമ്മ്യൂണിറ്റി ഗ്ലോബലായിട്ട് ചെറിഷ് ചെയ്ത് ഫ്ലറിഷ് ചെയ്ത് ഇത് ഇത്രമാത്രം ഒരു സംഭവമാകുമെന്ന് ലോകത്താരും ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല. അതെ, ഇപ്പോൾ ബേസിക്കലി വാർ മിഷനായി മാറി ഇസ്രായേൽ. കാരണം വാർ മിഷൻ എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കുക, അതിനെ അത് ഒപ്പോസ് ചെയ്ത ഒറ്റ ഒരു രാജ്യമേ ഉള്ളൂ, ഇറാൻ. അതിനെ നാശമാക്കി കളഞ്ഞു. വല്ലാതെ പ്രശ്നം ഉണ്ടാക്കിയ ഒരു രാജ്യമായിരുന്നു ഖത്തർ. അവിടെയും കയറി അടിച്ചു. കൃത്യമായ മെസ്സേജ കൊടുത്തത്, കളിക്കണ്ടെന്ന്. അതോടുകൂടി ഖത്തർ തീർന്നു പോയതോടുകൂടി. അതെ, മനസ്സിലാക്കുക. ഇനി അടുത്തത് ഇവർ നോക്കുക, നീ കണ്ടോണം, ഇനി ഇവർ തുർക്കിയെ അടിക്കും. തുർക്കിയാണ്, അത് സംശയമില്ല. തുർക്കിയാണ് ഇവർ അടുത്ത ടാർഗറ്റ്. തുർക്കിയെ ഇവർ വല്ലാതെ കയറി ചെയ്യും.